ഹലോ ഗായ് നമുക്കിത് നന്നായിട്ടൊന്ന് ഇതുപോലെ വിസ്ക് വെച്ചോ സ്പാച്ചില വെച്ചോ എന്താന്ന് നമ്മൾ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ബീറ്റർ വെച്ച് മിക്സ് ചെയ്യാൻ നിൽക്കരുത്. കൂടുതൽ ബീറ്റ് ചെയ്യാൻ നിന്ന്
മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കിലുള്ള ബോണ്ട് പേപ്പർ ഒന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം ചൂടാറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, കേക്ക് 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. നല്ല തിക്നെസ്സോട് കൂടിയുള്ള 2 ലെയർ നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഞങ്ങൾ 3 കേക്ക് തയ്യാറാക്കിയിരുന്നു. ആ 3 കേക്കും 2 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതുപോലെ ഞാൻ ഒരു കേക്ക് കൂടി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 6 ലെയറാണ് ഉള്ളത് നമ്മുടെ ഈ കേക്കിന്. നിങ്ങൾക്ക് ഇത്രയും ഹൈറ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ 4 ലെയർ, 2 കേക്ക് ഉണ്ടാക്കി 4 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ നല്ല ഹൈറ്റുള്ള ടോൾ കേക്ക് ആയതുകൊണ്ട് 3 കേക്ക് ഉണ്ടാക്കി അത് നമ്മൾ ഇതുപോലെ 2 ലെയറായിട്ട് ഓരോ കേക്കും കട്ട് ചെയ്ത് 6 ലെയറാക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് 250 ml 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. സൺ വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പഞ്ചസാര അതിൽ കുറച്ചുണ്ട് എങ്കിലും 2 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ബ്രാൻഡിൽ മധുരം ഉണ്ടെങ്കിൽ നിങ്ങളതിൽ ഷുഗർ ചേർക്കേണ്ട ആവശ്യമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്തതിന് ശേഷം ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. വിപ്പിംഗ് ക്രീം കുറേ ഉള്ളതിനാൽ 2 പാത്രത്തിലാക്കിയാണ് ഞാൻ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് 1 കപ്പ് വെള്ളത്തിലേക്ക്, നോർമൽ വാട്ടർ തന്നെയാണ്, 1 കപ്പ് വെള്ളത്തിലേക്ക് നമ്മളിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ചേർക്കുന്നത്. നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഫ്രോസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് കേക്ക് ഉണ്ട്, വിപ്പിംഗ് ക്രീം, പിന്നെ ഷുഗർ സിറപ്പ്, പിന്നെ ഞങ്ങൾ ചോക്ലേറ്റ് കുറച്ച് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും കൂടി ഡബിൾ ബോയിൽ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് കിട്ടിയത്. പിന്നെ കുറച്ച് ഷുഗർ ബോൾസ് ഉണ്ട്, കളർഫുള്ളായിട്ടുള്ള കുറച്ച് ഷുഗർ ബോൾസും ഉണ്ട്, ഷുഗർ സിറപ്പും ഉണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രോസ്റ്റിങ് ചെയ്തെടുക്കണം കേക്ക്. അപ്പോൾ അതിനായിട്ടൊരു കേക്ക് ബോർഡിലേക്ക് നമ്മൾ കുറച്ച് വിപ്പിംഗ് ക്രീം അടിയിലൊന്ന്, കേക്ക് തെന്നി പോവാതിരിക്കാനായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം അടിയിൽ നമ്മളൊന്ന് തേച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് മൂന്നാമത്തെ ലെയറും വിപ്പിംഗ് ക്രീമും വെറ്റ് ചെയ്തെടുത്തതിന് ശേഷം വിപ്പിംഗ് ക്രീമും പിന്നെ നമ്മൾ ചോക്ലേറ്റ് സിറപ്പ് ഇതുപോലെ തന്നെ നമ്മൾ 6 ലെയേഴ്സും ചെയ്തെടുക്കാം കേട്ടോ. ഇതേ മെത്തേഡിൽ തന്നെ നമ്മൾ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ 6 ലെയറും വെച്ച് അതിൻ്റെ മുകളിലും ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് വിപ്പിംഗ് ക്രീമിലേക്ക് ഒരു റോസ് കളർ ആഡ് ചെയ്ത് കൊടുത്ത് ഈ ഒരു കളറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കളർ വേറെ വേണമെന്നുണ്ടെങ്കിൽ റെഡ് കളറോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഇത് റോസ് ആൻഡ് വൈറ്റ് കേക്കായിട്ട് എടുക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിന് റോസ് കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ വൈറ്റ് ഫസ്റ്റ് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ റോസ് വെച്ച് കൊടുക്കുക. എല്ലാ സ്ഥലത്തുമായിട്ട് റോസ് വെച്ച് കൊടുക്കണം കേട്ടോ, എങ്കിലാണ് ഈ ഒരു നല്ലൊരു ഷെയ്ഡ് കിട്ടുള്ളൂ. വൈറ്റ് ഇടയിൽ കൂടെ കണ്ടാൽ മതി, റോസാണ് മെയിൻ. പിന്നെ എയർ ഹോൾസൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ചൊന്ന് അടച്ചു കൊടുത്ത് ഇതുപോലെ സ്ക്രേപ്പർ വെച്ച് പാൽ നൈഫ് വെച്ച് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. സംഭവം നല്ല അടിപൊളിയായിട്ട് വരും.
ഇനി നമ്മൾ മുകളിലും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കാം. അപ്പോൾ 2D നോസിലിട്ടാണ് ഞാൻ ഈ ഒരു ഫ്ലവർ വരയ്ക്കുന്നത്. ഫ്ലവേഴ്സൊക്കെ നമുക്ക് നമ്മുടെ മോഡലിൽ തന്നെ വരച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും നമ്മൾ ഫുള്ളായിട്ട് ഫ്ലവർ വരയ്ക്കുന്നില്ല, പകുതിയോളാണ് വരച്ചിട്ടുള്ളത്. ശേഷം നമ്മുടെ ചോക്ലേറ്റ് സിറപ്പ് ബാക്കി വന്നത് സൈഡിലൂടെ നമ്മൾ ഒന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗോൾഡൻ ഷുഗർ ബോൾസും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കേക്കിന് ഗോൾഡൻ ഷുഗർ ബോൾസ് നല്ല മാച്ചാണ്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുക്കാം കേട്ടോ. അപ്പോൾ കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുകൊണ്ട് തന്നെ വൺമാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ കേക്ക് ട്രൈ ചെയ്ത് നോക്കാനും ആരും മറക്കരുത്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.